ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ചേച്ചി പഴയ പോലെ വീഡിയോ ചേച്ചി പഴയ പോലെ വീഡിയോ ചെയ്യുന്നു പറഞ്ഞ് എല്ലാവരും ദൂരെ മെസ്സേജാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, നമുക്ക് യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ, വീണ്ടും യൂട്യൂബിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. നമ്മുടെ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ലൈക്കിൽ നിന്നും എത്ര ക്യാഷ് കിട്ടും, കമൻറ്റിൽ നിന്നും എത്ര ക്യാഷ് കിട്ടും, അതുപോലെ തന്നെ ഷെയർ ചെയ്താൽ എത്ര ക്യാഷ് കിട്ടും, 1000 വ്യൂസ് ആയാൽ എത്ര ക്യാഷ് കിട്ടും എന്നൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. ഈ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് പല ആൾക്കാർക്കും ഉണ്ട്. കാരണം നമ്മൾ ഷെയർ ചെയ്താൽ നമുക്ക് ക്യാഷ് കിട്ടുമോ, ലൈക്ക് ചെയ്താൽ ക്യാഷ് കിട്ടുമോ, കമൻറ്റ് ചെയ്താൽ ക്യാഷ് കിട്ടുമോ, ഇവരൊക്കെ പറയുന്നുണ്ട്. അതായത് ഓരോരുത്തരും ഇങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഇതിനൊക്കെ ക്യാഷ് കിട്ടുന്നതാണോ എന്ന്. അപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞ് എനിക്ക് ഇതുപോലെ ഓരോരുത്തരും ചോദിക്കാൻ തുടങ്ങി, ചേച്ചിക്ക് എങ്ങനെയാണ് ഡോളർ കയറുന്നതെന്ന്. 1000 വ്യൂസ് വന്നാൽ $1 കിട്ടുമെന്നുള്ളത് സത്യമാണോ, അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന്. യൂട്യൂബിലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എല്ലാവർക്കും വ്യൂസിന് മാത്രമേ ക്യാഷ് കയറത്തുള്ളൂ. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള യൂട്യൂബർ ഇതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് യൂസ് ഒന്നും ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അതിനൊരു റീസൺ കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഈ വഴിയെ ഞാൻ പറഞ്ഞുതരാം. ഏതൊക്കെ ടൈപ്പ് വീഡിയോസിനാണ് കൂടുതൽ ഡോളർ കയറുന്നതെന്നൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. മാത്രമല്ല നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഞാൻ ആദ്യം തന്നെ പറയാം, എൻ്റെയും വിചാരം എനിക്ക് ഇതുപോലെ 1000 വ്യൂസ് ആകുമ്പോൾ എനിക്കും ക്യാഷ് കയറി തുടങ്ങുമെന്നായിരുന്നു. പക്ഷെ അല്ല, 1000 വ്യൂസ് അനുസരിച്ചല്ല നമുക്ക് ക്യാഷ് കയറുന്നത്. നമുക്ക് നമ്മുടെ ചാനലിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ വീഡിയോയിൽ സ്കിപ്പ് അനുസരിച്ച് എത്രത്തോളം അഡ്വർടൈസ്മെൻ്റ് ആണ് വരുന്നത്, അതിൻ്റെ ബേസിലാണ് നമുക്ക് ക്യാഷ് കയറുന്നത്. അതെനിക്ക് കൂടുതൽ മനസ്സിലായെന്ന് പറയുമ്പോൾ ഇപ്പോൾ തൊട്ട്, അതായത് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും 1000-ൽ താഴെയുള്ള വ്യൂസ് ആണെങ്കിൽ പോലും എനിക്ക് അതിൽ നിന്നും ഡോളറിൻ്റെ റേറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് ചിന്തിക്കുന്നുണ്ടായിരിക്കും, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പരസ്യങ്ങളൊക്കെ വരാറുണ്ട്, പക്ഷെ നമുക്ക് കിട്ടുന്നില്ലല്ലോ എന്ന്. നിങ്ങളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സെൻസ് എന്നും പറഞ്ഞും അതിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ വരും. അതിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഇടനിലക്കാരൻ, നമ്മുടെ യൂട്യൂബിൻ്റെയും നമ്മുടെ ഇടനിലക്കാരനായിട്ട് ഈ ഗൂഗിൾ ആഡ്സെൻസ് വർക്ക് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, യൂട്യൂബിൽ എത്ര വീഡിയോസ് വേണമെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യാം, അതുപോലെ തന്നെ എത്ര അക്കൗണ്ട് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ യൂട്യൂബിന് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഇടുന്ന വീഡിയോസ് തന്നെയാണ് യൂട്യൂബിന് ബെനിഫിറ്റ്. കുറേ നാളുകൾക്ക് മുമ്പ് യൂട്യൂബിൻ്റെ പ്രോഫിറ്റ്, നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് യൂട്യൂബിന് എനിക്ക് തോന്നുന്നു 45%, നമുക്ക് 50%. പക്ഷേ ഇപ്പോൾ നമുക്ക് 5% കൂടി ഇൻക്രീസ് ആയിട്ടുണ്ട്. യൂട്യൂബിന് 40%, നമുക്ക് 60%. ഇനി മെയ് 12-ാം തീയതി കഴിഞ്ഞ് ഒരു അപ്ഡേഷൻ കൂടി സംഭവിക്കുന്നുണ്ട്. അപ്പോഴും നമുക്ക് 5% ഇൻക്രീസ് ചെയ്യുമെന്നാണ് അതിൻ്റെ അപ്ഡേഷനിൽ പറയുന്നത്. സോ യൂട്യൂബിൻ്റെ വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ഓൺ ക്രിയേറ്റിവിറ്റിയിലൂടെയും അതുപോലെ തന്നെ ആഡ്സെൻസിൻ്റെ അഡ്വർടൈസ്മെൻറ്റിലൂടെയുമാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് തന്നെ പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ മാക്സിമം 8 മിനിറ്റിൽ ലെങ്തി ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. കാരണം ആ ഒരു ഗ്യാപ്പിൽ വേണം നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് സെറ്റ് ചെയ്യാനായിട്ട്. മിക്ക ആൾക്കാരുടെയും ഒരു ധാരണയാണ് 8 മിനിറ്റിൽ കുറവുള്ള വീഡിയോ ആയിരിക്കും, 2 മിനിറ്റ് 3 മിനിറ്റ് ആ ഒരു റേഞ്ചിലുള്ള വീഡിയോ ആയിരിക്കും. പക്ഷേ അതിന് 1000 വ്യൂസ് ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് അത്രയും ഡോളർ കിട്ടുന്നില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, നമുക്കതിൽ അഡ്വർടൈസ്മെൻറ്റ് കറക്റ്റായിട്ട് വരുന്നില്ല. ഈ 2 മിനിറ്റിലൊക്കെ എന്ന് പറയുമ്പോൾ എത്ര അഡ്വർടൈസ്മെൻറ്റ് വരാനാണ്. പക്ഷേ 8 മിനിറ്റിലെന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് യൂട്യൂബ് പ്രത്യേകം പറയുന്നത് 8 മിനിറ്റ് കൂടുതലുള്ള ലോങ് വീഡിയോസ് നിങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്കുകയെന്ന്. അപ്പോൾ എല്ലാവരുടെയും ഒരു ഡൗട്ടൊക്കെയാണ്. ഇപ്പം തന്നെ എനിക്കാണെങ്കിലും ടൈമില്ല, അത്രയും 8 മിനിറ്റ് എടുത്ത വീഡിയോ ഒക്കെ ആരും എടുത്തിട്ട് അതൊക്കെ എഡിറ്റ് ചെയ്യണമെന്ന്. അതെ, എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം തന്നെയാണ്. ഈ 8 മിനിറ്റൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തും പറഞ്ഞ് എന്ത് ടോപ്പിക് ഇടുമെന്ന്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഏത് ടോപ്പിക്ക് ചൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നത്, അത് തന്നെ നിങ്ങൾ അങ്ങോട്ട് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഡോളർ കണക്ക് കറക്റ്റായിട്ട് പറയാൻ പാടില്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് പല വീഡിയോസിനും പല റേറ്റ് വരുന്നത് എന്നുള്ളത് ക്ലിയർ ആക്കി തരാം. ഇതിപ്പോൾ ഞാൻ തന്നെ യൂട്യൂബിനെ പറ്റി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ വീഡിയോ എങ്ങനെ വൈറലാക്കാം എന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുമ്പ്. അതിലെനിക്ക് 1000-ന് മുകളിൽ വ്യൂസ് ഉണ്ട്. പക്ഷേ എനിക്ക് അതിലെന്ന് പറയുന്നത്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ $1 കയറിയിരിക്കുന്നത്. പക്ഷേ അതിലും കുറച്ച് വ്യൂസ് ഉള്ള എമ്പുരാനെ പറ്റി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത്രയും വ്യൂസ് ഇല്ല, കാരണം 1000 വ്യൂസ് ആയിട്ടില്ല.
1000 വ്യൂസ് ആകാത്ത ആ ഒരു വീഡിയോയ്ക്ക് എനിക്ക് $1 മുകളിലുണ്ട്. അതുപോലെ തന്നെ ഷോർട്സ് ചെയ്യുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ ലാസ്റ്റ് ഷോർട്സ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 68K എന്തോ ഉണ്ടെന്ന് തോന്നും. അപ്പോൾ നമുക്ക് ഒരു 1000 വ്യൂസ് ഷോർട്സിന് വന്നാലും നമുക്ക് $1 കയറത്തില്ല. നമുക്ക് $0.01% മാത്രമേ കയറത്തുള്ളൂ. സോ അതാണ് 1000 വ്യൂസ് ആണെങ്കിലും 1000 ഷോർട്സ് ആണെങ്കിലും ഡോളർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇപ്പോൾ ഡോളർ കയറിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പല പല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്ന് മസ്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഡോളർ കയറാത്തവരാണ്, ചാനൽ മോണിറ്റൈസേഷൻ ആകാത്തവരാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഡോളറിൻ്റെ റേറ്റ് കയറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.